തൃശൂർ മട്ടത്തൂരിൽ കോൺഗ്രസ് അംഗങ്ങളുടെ കൂട്ടക്കൂറുമാറ്റത്തിൽ വിമതരോട് നിലപാട് കടുപ്പിച്ച് നേതൃത്വം. DCC പ്രസിഡന്റിന് വീഴ്ചയുണ്ടായിട്ടില്ലെന്നും BJP പിന്തുണയോടെ ജയിച്ച പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജിവെക്കണമെന്നും റോജി എം ജോൺ നിർദ്ദേശിച്ചു. വിമതരുമായി ചർച്ച നടത്താൻ റോജി എം ജോണിനെയാണ് KPCC നിയോഗിച്ചത്. KPCC എടുത്ത നിലപാട് തന്നെയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും കൈക്കൊണ്ടിട്ടുള്ളത്. DCC പ്രസിഡന്റ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ KPCCയും പറഞ്ഞിട്ടുണ്ട്. മറ്റത്തൂരിനെ സംബന്ധിച്ചിടത്തോളം BJPയുടെ വോട്ട് നേടി വിജയിച്ച ആളുകൾ കോൺഗ്രസിന്റെ ഭാഗമായി ആ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് കോൺഗ്രസിന്റെ നിലപാടിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഈ സ്ഥാനങ്ങളിലേക്ക് വിജയിച്ച ആളുകൾ, പ്രത്യേകിച്ച് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ വിജയിച്ച ആളുകൾ ആ സ്ഥാനം ഒഴിയണം എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുമെന്നാണ് വിമത നേതാവ് TM ചന്ദ്രന്റെ പ്രതികരണം. എന്നാൽ പ്രസിഡന്റിന്റെ കാര്യം തനിക്ക് പറയാൻ കഴിയില്ല. DCC നേതൃത്വത്തിന് തെറ്റുപറ്റിയെന്നതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും TM ചന്ദ്രൻ പറഞ്ഞു. പാർട്ടി എന്ത് തീരുമാനമെടുത്താലും ആ തീരുമാനം അനുസരിക്കും എന്നാണ് ഞങ്ങൾ ഉറപ്പ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ തീരുമാനത്തിന് വിരുദ്ധമായി ഞങ്ങളൊരു പ്രവൃത്തിയും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. പ്രസിഡന്റിന്റെ കാര്യം നമുക്ക് പാർട്ടി എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാൻ കഴിയില്ല. പ്രസിഡന്റ് സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമ്മളവരെ പിന്തുണച്ചു എന്നുള്ളത് ശരിയാണ്. പിന്നെ ആ പിന്തുണ പിൻവലിക്കുന്നതിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ആലോചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പ്രസിഡന്റിൻ്റെ കാര്യത്തിൽ മറുപടി പറയാൻ കഴിയില്ല. വൈസ് പ്രസിഡന്റ് രാജിവെക്കാമെന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ DCCക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നാണ് KPCC നേതൃത്വം പോലും മനസ്സിലാക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് ഇപ്പോൾ. വിഷ്ണു, മറ്റത്തൂരിൽ പൂർണ്ണ പ്രശ്നപരിഹാരമായെന്ന് പറയാൻ കഴിയുമോ വിഷ്ണു? ഉന്മേഷ്, ചില വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും KPCCയുടെ തീരുമാനം അംഗീകരിക്കുന്നു എന്നാണ് വിമത നേതാവായ TM ചന്ദ്രൻ വ്യക്തമാക്കിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് KPCC നിർദ്ദേശിച്ച പോലെ വൈസ് പ്രസിഡന്റ് രാജിവെക്കും. അത് തിങ്കളാഴ്ച തന്നെ വൈസ് പ്രസിഡന്റ് രാജി ഉണ്ടാകും. പക്ഷേ പ്രസിഡന്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വന്നിട്ടില്ല. പ്രസിഡന്റും BJP പിന്തുണയിൽ തന്നെയാണ് ജയിച്ചത്. പക്ഷേ അവർ സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിച്ചത്. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ തങ്ങൾക്കാകില്ല എന്നുള്ളതാണ് വിമത വിഭാഗത്തിന്റെ തീരുമാനം. അവർക്ക് നൽകിയ പിന്തുണ പിൻവലിക്കുന്ന കാര്യത്തിലും തീരുമാനം പിന്നീടുണ്ടാകും. ഇവരുടെ ഒരു അതൃപ്തി എന്ന് പറയുന്നത് ഇപ്പോൾ റോജി എം ജോൺ തന്നെ വ്യക്തമാക്കിയത് DCC പറഞ്ഞത് അവരുടെ നിലപാട് ശരിയാണ്, KPCC അധ്യക്ഷന്റെ നിലപാടാണ് DCC അധ്യക്ഷൻ പറഞ്ഞതെന്നാണ്. പക്ഷേ വിമതർ പറയുന്നത് ഗുരുതരമായ വീഴ്ച DCCക്ക് മറ്റത്തൂരിൽ സംഭവിച്ചിട്ടുണ്ട്. അത് സ്ഥാനാർത്ഥി നിർണയം മുതൽ ആ വീഴ്ച വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. വിമതർ എന്ന് വിശേഷിപ്പിക്കുന്ന ഞങ്ങൾക്കല്ല അവിടെ വീഴ്ച സംഭവിച്ചത്, മറിച്ച് DCCക്കാണ്. അതുകൊണ്ട് DCCക്കെതിരെ നടപടി വേണം, അല്ലെങ്കിൽ അതിലൊരു പരിശോധന വേണം എന്ന നിലപാടിൽ വിമതർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഉന്മേഷം, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.